ഒരു പാട്ട് പാടും, പോരാളി എന്ന് പറഞ്ഞ് കേട്ടില്ലുള്ളൂ, ദിസ് ഈസ് ദാറ്റ് ഗൈ. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അനുവിന് വലിയൊരു ചാലഞ്ച് ഉണ്ടായിരുന്നു. സംസാരിക്കുമ്പോൾ നെർവസാവുന്ന ഉറച്ചിട്ട് അങ്ങോട്ട് ഒരു രക്ഷ ഉണ്ടാവില്ല. ആദ്യത്തെ അബുദാബിയിലെ പ്രോഗ്രാമിൽ വന്നിരുന്നു അല്ലേ. ഇപ്പം നമ്മൾ പേഴ്സണൽ മെൻറ്ററിങ്ങിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം എത്രമാത്രം അനുവിന് ആ പ്രശ്നം എത്രമാത്രം രൂക്ഷമായിരുന്നു എന്നുള്ളത് അനു തന്നെ പറഞ്ഞു. ഒരു 2 years ഇരിക്കുന്നു തോന്നുന്നു അബുദാബിയിൽ സാറിൻ്റെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത ആ സമയം. എനിക്ക് നോർമലായിട്ട് ഇരിക്കുന്ന ആ സമയത്ത് പ്രോബ്ലം ഇല്ല. ഞാൻ എണീറ്റ് സ്റ്റേജിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ നിൽക്കാനായിട്ട് പറ്റത്തില്ല. ബോഡി ഫുള്ള് ഷിവറിങ് ആണ്. ആ സെയിം പ്രോബ്ലം തന്നെയാണ് ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനോ എന്തിനെങ്കിലും പോകുമ്പോഴത്തേക്കും ഞാൻ എന്താണ് വർക്ക് ചെയ്തോ അത് എനിക്ക് അടുത്ത ആൾക്കാരനുമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മളെ വർക്ക് മേടിച്ചിട്ട് അവർ നല്ലവണ്ണം എന്നെ യൂസ് ചെയ്തുകൊണ്ടിരുന്നു. സാറിൻ്റെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് 20-30% ഒക്കെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. എനിക്ക് പിന്നീട് ഒരു കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് പിന്നെയും ഒരു കൺഫ്യൂഷനായി. വേറെ എന്തെങ്കിലും എൻ്റെ ബോഡി റിലേറ്റ് ആയിട്ട് എന്തെങ്കിലും പ്രോബ്ലം ആണോ അതോ വേറെ എന്തെങ്കിലും പ്രോബ്ലം ആണോ എന്ന്. അപ്പോൾ അത് ഞാൻ മെഡിക്കൽ റിലേറ്റ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് നടത്തി. അപ്പോൾ അത് എൻ്റെ ബ്രെയിനിൻ്റെ ഫുൾ സ്കാനും പിന്നെ ബ്ലഡ് അങ്ങനെയുള്ള ചെക്കപ്പ് എല്ലാം ചെയ്തു. ചെക്കപ്പ് ചെയ്ത സമയത്ത് അതിലൊന്നും പ്രോബ്ലം ഇല്ലെന്ന് പറഞ്ഞു. ആ സമയത്ത് എന്ത് ചെയ്യണമെന്നൊരു ഐഡിയ ഇല്ലാതെ വരുന്ന ആ ഒരു സമയത്തിലാണ് സാറിൻ്റെ ഒരു വീഡിയോ കണ്ടത്. സാർ ഒരു അഡ്വാൻസ് ആയിട്ട് ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് 1000 times ഇമ്പ്രൂവ് ചെയ്യേണ്ട ടെക്നിക്കെല്ലാം അതിലുണ്ടെന്ന് പറഞ്ഞിട്ട് സാറ് പറഞ്ഞു. എനിക്ക് അന്ന് ആ ഒരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് സാറ് പറഞ്ഞ ആ ഒരു 3 months നല്ല ഒരു ഡിഫറൻസ് കിട്ടും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ ഞാൻ പിന്നെ ജോയിൻ ചെയ്ത് ഇപ്പോൾ ഒരു 3 weeks ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ സാറ് പറഞ്ഞ എക്സസൈസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു 70-80% എനിക്ക് ക്ലിയർ ആയിട്ടുണ്ട് മുൻപേ ഇരുന്നതോടെ. അപ്പോൾ ഇനി ബാലൻസ് ഉള്ളത് ഒരു വലിയ ഇതല്ല. ഞാൻ ഈ ഒരു രീതിക്ക് പോവുകയാണെങ്കിൽ അത് 100% മാറും. എൻ്റെ ഒരു ബിസിനസ് റിലേറ്റഡ് ആയിട്ട് ഞാൻ കുറച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട്. നല്ല രീതിക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ള ആ ഒരു കോൺഫിഡൻറ്റിലാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഫ്രണ്ട്സ്. നമ്മൾ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഒരു പ്രശ്നങ്ങൾക്കും സാധ്യമല്ല. ഞാൻ അതിനോട് സ്ഥിരമായിട്ട് പറയുന്ന ഡയലോഗുണ്ട്, നമ്മളുടെ വീക്ക്നെസ്സാണ് ഏറ്റവും വലിയ സ്ട്രെങ്ത് ആയിട്ട് മാറുക എന്നുള്ളത്. കാരണം നമ്മുടെ ബ്രെയിൻ ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമല്ല. അതായത് ഇപ്പം ഈ ഒരു കാര്യം വോയിസ് അല്ലേ, അതെല്ലാം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഇപ്പം എനിക്ക് അനുവിനോട് അസൂയാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വോയിസിൽ വലിയ പ്രൗഡായി. കാരണം നല്ല ബാസുള്ളൊരു വോയിസാണ്. ഇത് മോട്ടിവേഷൻ സ്പീക്കർ എന്നുള്ള രീതിയിൽ എനിക്കത് വളരെയധികം യൂസ്ഫുള്ളാണ്. അനുവിൻ്റെ വോയിസ് കേൾക്കുമ്പോൾ ആക്ച്വലി നിങ്ങളും പറ, ഐ ആം ആക്ച്വലി എന്നെക്കായി നല്ലൊരു മുഴക്കമുള്ള ഒരു ബ്യൂട്ടിഫുൾ സൗണ്ട്. അത് എത്രത്തോളം എന്ന് വെച്ചാൽ ഐ എം ഗിവിങ് ആൻഡ് വൺ മോർ ചാലഞ്ച്, ക്യാൻ യു സിംഗ് എ സോങ്, ഒരു പാട്ട് പാടാം. അനുവിൻ്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഉറച്ചിട്ട് അങ്ങോട്ട് ഒരു രക്ഷ ഉണ്ടാവില്ല അല്ലേ. ആ അവസ്ഥയിൽ നിൽക്കുന്ന ഞാൻ തന്നെ ഒരു 10,000-ഓളം ആളുകളെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ട്രെയിനിങ്ങിലൂടെ പോയിട്ടുണ്ട്. പക്ഷേ എനിക്കും അനുവിനെ ഓർമ്മയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇന്നേ ഒരാളെ ഞാൻ അത്രയും ഷുവർ ചെയ്തിട്ട് കണ്ടിട്ടില്ല. എന്ന മനുഷ്യൻ തീരുമാനിച്ച്, ക്രെഡിറ്റ് എനിക്കല്ല, ഞാൻ പറഞ്ഞു നേരത്തെ, ഹിസ് ഡിറ്റർമിനേഷൻ റൈറ്റ്. ഒരു നല്ല ടീച്ചർ ഉണ്ടാവണം തന്നെ നല്ല സ്റ്റുഡൻറ്റിനെ കിട്ടുമ്പോഴാണ്. സോ യു ഗീവ് മീ ദാറ്റ് ഓപ്പർച്യൂണിറ്റി. അതിൻ്റെതായ വേ കാണിച്ചു തന്നത് സാറാണ്. എനിക്കറിയാം ഇത് എൻ്റെ പോളിസി എന്ന് വെച്ചാൽ മനസ്സ് ഉറപ്പിച്ച ഒരു മനുഷ്യൻ വരെയാണ് എനിക്ക് മാറണം എന്ന് പറഞ്ഞവരാണെങ്കിൽ ഇറ്റ് ഈസ് പോസിബിൾ. അതിന് വഴിയുണ്ട്. ഇപ്പം നമ്മൾ രാവിലെ എല്ലാ ദിവസവും 7:30 പരിശീലിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. നമ്മളെ സ്പിരിച്വലി, മെൻ്റലി, ഫിസിക്കലി ഇംപ്രൂവ് ചെയ്യുന്ന റെഗുലർ പ്രാക്ടീസസ് നമ്മൾ സൂമിലൂടെയാണ് ഓരോ ദിവസവും ഇന്ത്യൻ ടൈം 7:30 പരിശീലിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ഉള്ളിലെ ഭയപ്പാടുകളെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കും. നമ്മുടെ ബ്രെയിൻ കപ്പാസിറ്റി ആയിട്ടുള്ള വ്യക്തത, ഫോക്കസ്, ക്ലാരിറ്റി ഇത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഊർജ്ജവും ഓരോ ദിവസവും ദിനം പ്രതി നമ്മുടെ ഊർജം വർദ്ധിച്ചുകൊണ്ടിരിക്കും. മടിയൊക്കെ അങ്ങോട്ട് അപ്രത്യക്ഷമാക്കും. പല ആളുകളും അമേരിക്കയിൽ നിന്നും വലിയ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളൊക്കെ എല്ലാം അല്ലേ, ഹൈ പ്രൊഫഷണൽസ്, ബിഗ് ബിസിനസ് പീപ്പിൾ എല്ലാവരും പറയുന്ന അഭിപ്രായം എന്താണ്? അനുഭവ വാട്ട് യു ആർ ഹിയറിംഗ് ഓരോരുത്തരും പറഞ്ഞത് എന്താ? ഇന്നലെ ഒരാൾ പറഞ്ഞ ഓർമ്മയില്ലേ, നല്ല എനർജറ്റിക് ആയിട്ടുണ്ട്. ഒരാൾ മാറാൻ വേണ്ടി വന്ന ആൾ ഇപ്പോൾ മടി പിടിക്കാൻ പറ്റില്ല, അങ്ങോട്ട് ചെയ്തു പോവാണെന്ന് പറഞ്ഞില്ല. അതെ
ഇന്നലെ അവിടെ മടി വരണമെന്ന് ചെയ്തു പോവുള്ളൂ, അറിയാതെ ആ ചെയ്തു. ഒരു ഫ്ലോയിൽ ചെയ്തു പോയാണെന്ന്. സോ ദാറ്റ്സ് ഇറ്റ്. നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പ്രശ്നത്തിന് നമ്മുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ക്വസ്റ്റ്യൻ അതാണ്, ഡു യു വാണ്ട് ദാറ്റ്? ഞാൻ 1000 times പറഞ്ഞത്. അയ്യോ അതൊന്നും ഒന്നുമല്ല. കാരണം മാറിയ മനുഷ്യന്മാരെ കുറിച്ച് ഒന്ന് ചിന്തിക്കുമ്പോൾ 1000 ഒന്നല്ല. കാരണം സിംഗ് എ സോങ്. യെസ്. മലരെ മൗനമാ മൗനമേ വേദമാ മലர்கள் பேசுமா பேசினால் ஓயுமா அன்பே മലരേ. സോ ഫ്രണ്ട്സ്, നമ്മുടെ ബ്രെയിൻ ഉണ്ടല്ലോ, നിങ്ങളൊരിട്ട ചോദിച്ചേക്ക്, ഒരു 500 കൊല്ലം കഴിഞ്ഞാൽ ഈ ബ്രെയിൻ വെച്ച് മനുഷ്യന്മാർ ഇവിടെ എന്തൊക്കെ ചെയ്യും? നിങ്ങൾക്ക് അറിയാലോ, ഇപ്പം 50 കൊല്ലമായിട്ട് എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കറിയാം. എന്ന മനുഷ്യൻ ഈ 50 കൊല്ലത്തെ മാറ്റത്തിന് 5 വർഷം മതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്പീഡ് കൂടുക, അത് ഇനിയും സ്പീഡ് കൂടും. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 50 കൊല്ലം, 500 കൊല്ലം, 5000 കൊല്ലം കഴിഞ്ഞാൽ മനുഷ്യന്മാർ ഇവിടെ ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്ന തരത്തിലേക്ക് വളരുമിക്കും എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഊഹം വെച്ച് പറയാൻ പറ്റുമെങ്കിൽ, അന്നോ ആ ഒരു വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് മനുഷ്യർ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ തലയിൽ ഇപ്പോൾ കിടക്കുന്ന ബ്രെയിനാണ്. സോ ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് യുവർ ബ്രെയിൻ. നിങ്ങൾ ഇപ്പോൾ വെച്ചിട്ടുള്ള സ്വപ്നം ഉണ്ടല്ലോ, അത് വെറും കടല കുറിക്കുന്ന പോലെയുള്ളൂ അതിന്. പക്ഷേ യു ഷുഡ് നോ ദ വേ. ബ്രെയിൻ യൂസ് ചെയ്യാൻ പഠിക്കണം. മനുഷ്യനായിട്ട് ജനിച്ചാൽ പോരാ, ചിന്തിക്കാനുള്ള ശേഷി ഉണ്ടായാൽ പോരാ. വി ഷുഡ് നോ ഹൗ ടു തിങ്ക്. അങ്ങനെ പഠിച്ചാണ്ടല്ലോ ലൈഫ് പിന്നെ നമ്മുടെ പറയുന്നിടത്ത് നിൽക്കും. സോ ആൾ ദ ബെസ്റ്റ് അനു ഫോർ യുവർ ബിസിനസ് ഇൻ ദുബായ്. എന്നാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞേ? ഞാൻ വന്നിട്ട് ഇപ്പോൾ ഔട്ട്സോഴ്സിങ് വർക്ക് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് നെക്സ്റ്റ് മന്ത് തൊട്ട്. അടുത്ത കമ്പനി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് 2027 May 1st. ഓക്കെ, ആൾ ദ ബെസ്റ്റ്. യെസ്.